ഇപ്പൊ ഒരു സിനിമയുടെ കഥ കേട്ട് കഴിയുമ്പോൾ ഒരു കഥാപാത്രത്തിന് വേണ്ടി എങ്ങനെയാണ് തയ്യാറെടുക്കുക? കഥാപാത്രത്തിന് വേണ്ടി എങ്ങനെയാണ് തയ്യാറെടുക്കാൻ പ്രിപ്പയർ ചെയ്യുന്നത്? ഓരോ ക്യാരക്ടറിനനുസരിച്ചാണ്. ചില കഥാപാത്രത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരു വലിയ പ്രിപ്പറേഷൻ ഒന്നും നമുക്ക് ആവശ്യം വരില്ല. നമ്മൾ ആ സ്ക്രിപ്റ്റ് വായിക്കുന്നു, ഡയറക്ടർ പറയണതനുസരിച്ച് കേട്ടിട്ട് അഭിനയിച്ചു. ചില സിനിമകൾക്ക് വേണ്ടിയിട്ട്, കർണികയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനത്തെ ഒരു വലിയ പ്രിപ്പറേഷന്റെ ചെയ്യാത്തൊരു വേഷമാണ്. അങ്ങനെയില്ല. ആ സ്ക്രിപ്റ്റിൽ അതുണ്ടായിരുന്നു. അപ്പൊ അതിനനുസരിച്ച് അത് ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ ഇതുവരെ ഇപ്പൊ കണ്ടുകൊണ്ടിരുന്നത് ഇത് ക്യാരക്ടറിന്റെ ലുക്സ് ഒന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട്. അപ്പോ എന്നെ അങ്ങനെ ആ കളി ഹെയറിൽ കുറെ ആയി. കളി ഹെയർ ഇപ്പൊ ഈ അടുത്ത സമയത്ത് വീണ്ടും ആ കളി ഹെയറിലെ ആൾക്കാർ കാണുന്നുണ്ട്. അപ്പൊ അത് കുറച്ചുകൂടെ ഭയങ്കര നല്ല രീതിയിൽ കാണാൻ വേണ്ടിയിട്ട് തന്നെ ഒന്ന് പ്രോമിനന്റ് ആക്കി വെച്ചു. അങ്ങനത്തെ ഒരു വലിയ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് ഉള്ളൊരു സിനിമ ആയിരുന്നില്ല. അത് ആ സ്ക്രിപ്റ്റിൽ ഉണ്ടായിരുന്നു. അതിനനുസരിച്ച് ചെയ്തു പോവുക, ഡയറക്ടർ പറയുക, അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കർണികയിലാണോ? കർണികയിൽ അങ്ങനത്തെ ഒരു ചലഞ്ചിങ് ആയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ആളുകളെ പേടിപ്പിക്കണം, നമ്മുടെ ഫേസിലെ എക്സ്പ്രഷൻസ് ആണെങ്കിലും അതെല്ലാം ആ അങ്ങനെ ഒരു ചാലഞ്ചിങ് ആയിട്ടില്ല. അത് ആ ഒരു മൊമെന്റിനനുസരിച്ച് അതങ്ങ് വന്നു പോയതാണ്. ഒരു ഹൊറർ മൂവി ആണല്ലോ, എന്തെങ്കിലും ഡിഫറെന്റ് ആയിട്ട് ഫീൽ ചെയ്തത്? എന്താ പറയണ്ട, ഞാനിപ്പോ എന്തെങ്കിലും പേടിപ്പിക്കുന്നു? ഞാൻ പേടിപ്പിക്കണോ? ചില സിനിമകളിലൊക്കെ ഹൊറർ മൂവീസ് ഒക്കെ എടുക്കുമ്പോൾ ആളുകൾ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് എന്തോ ഒരു അമാനുഷിക ശക്തി അവിടെ ഫീൽ ചെയ്തു, അതായത് എന്തോ അവിടെ ഉണ്ട് എന്നുള്ളൊരു തോന്നി എന്നൊക്കെ രീതിയിൽ പറയുന്ന ചില ഇന്റർവ്യൂസിൽ. അല്ല, ഞാൻ ഓണസ്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഞാനതിൽ വിശ്വസിക്കാത്ത ഒരാളാണ്. ദൈവവിശ്വാസിയല്ല. പ്രേതം എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ എനിക്ക് വിശ്വാസമില്ല. അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ. എനിക്കതൊക്കെ ഭയങ്കര കൗതുകങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സിനിമ പഠിക്കാനും വായിക്കാനും ഒക്കെ ശ്രമിക്കാറുണ്ട്. അത്തരത്തിലുള്ള കുറെ സിനിമകൾ കണ്ടിട്ടുണ്ട്, കുറെ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്. ഇഷ്ടമാണത്. പക്ഷെ അതില്ല, അത് പണ്ടുമില്ല. അങ്ങനത്തെ കാര്യങ്ങളിലൊന്നും പേടിയില്ല. അല്ല, എനിക്കതൊരു സിനിമയാണ്, മറ്റൊരു സിനിമയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. ഇപ്പൊ ഞാൻ ചെയ്യാത്തൊരു ജോണറിലുള്ള ഒരു സിനിമ നമ്മൾ ക്രിയേറ്റ് ചെയ്യല്ലേ. അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ, അങ്ങനത്തെ ഒരു മൊമെന്റ്സ് ഒക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യല്ലേ. ഹൊറർ മൂവീസ് കാണുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും നമ്മളൊന്ന് അങ്ങനെ മേടിക്കില്ല. അപ്പൊ സൗണ്ട് എഫക്റ്റും അല്ല. ഇപ്പൊ ഞാൻ പറയട്ടെ, ഞാനിപ്പോ ഇവിടെ ഇങ്ങനെ മിണ്ടാതിരിക്കുമ്പോഴത്തേക്ക് ഞാൻ വേറെ എന്തെങ്കിലും ആലോചിച്ചോ വേറെ എന്തെങ്കിലും ശ്രദ്ധിച്ചിരിക്കുമ്പോ പിന്നിൽ വന്നിട്ട് ഒരാളെ പേടിപ്പിച്ചാൽ ഒന്ന് മേടിക്കില്ലേ? അതന്നെയാണ്. അപ്പൊ അത് ചിലപ്പോ വേറെ എന്തെങ്കിലും നമുക്ക് സ്കെയറി ആയിട്ട് തോന്നുന്ന രീതിയിലുള്ള വേഷത്തിലൊക്കെ ഒന്ന് പെട്ടെന്ന് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് പേടിക്കും. അല്ലാതെ അങ്ങനെ വിശ്വാസപരമായിട്ടുള്ള പേടി അങ്ങനെയില്ല. അത് പണ്ടുമില്ല. അതിന് സിമ്പിൾ കാര്യം പറഞ്ഞുതരാം. തീരെ ചെറുതിലെ ഇതുപോലെ പുറത്ത് ശബ്ദം കേൾക്കുമ്പോൾ നമ്മൾ ചെറിയ കുട്ടിയല്ലേ, അപ്പൊ ഇങ്ങനെ പേടിക്കുമ്പോഴത്തേക്ക് അച്ഛൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അത് മേക്ക് ഷുവർ ചെയ്യണം, എന്താണെന്ന് ഉറപ്പിക്കുക. അത് നമ്മൾ ആ ഒരു കൺഫ്യൂഷനിൽ ഇരിക്കണേക്കാളും അപ്പോൾ പുറത്ത് ചിലപ്പോൾ എന്തെങ്കിലും പൂച്ചയോ പട്ടിയോ എന്തിനും ചിലപ്പോൾ ഒരു അനക്കം കേൾക്കുമ്പോൾ കാണുമ്പോൾ അത് ചിലപ്പോൾ വാഴയായിരിക്കാം. നമ്മുടെ മുറ്റത്ത് നിൽക്കുന്ന ഒത്തിരി വാഴ, നിങ്ങൾ നാട്ടുമ്പുറമാണ്, അപ്പോൾ ചിലപ്പോൾ ഒരു വാഴയുടെ ഇലയായിരിക്കാം. അപ്പോൾ അതെന്താ വെച്ചാൽ അതിങ്ങനെ തോന്നുമ്പോൾ അത് പേടിച്ചിരിക്കുന്നതിനെക്കാട്ടിലും ഒന്ന് വാതിൽ തുറന്ന് പുറത്തിറങ്ങി എന്താണ് ആ ശബ്ദം അല്ലെങ്കിൽ എന്താണ് ആ നിഴലെന്നൊന്ന് ഉറപ്പിച്ചിട്ട് കയറി കഴിഞ്ഞാൽ അതവിടെ തീർന്നില്ലേ. ഇതാണ് ചെറുപ്പം തൊട്ടേ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു ശീലമായി. പിന്നെ അത് വളരുമ്പോഴും ഈ പറഞ്ഞ പോലെ പിന്നെ ഒറ്റയ്ക്കാണ് യാത്ര, ഒറ്റയ്ക്കാണ് പലപ്പോഴും നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ ഷൂട്ടിന്റെ ആവശ്യത്തിന് പോലെ എപ്പോഴും പോകുമ്പോഴും ഇപ്പൊ കുറെ ആയി. അതെ ഇപ്പൊ കുറെ വർഷങ്ങളായിട്ട്. അപ്പൊ അതെങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നത്? അത് നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് ഇപ്പോൾ ചിലപ്പോൾ ചിലയിടത്ത് പോകുമ്പോഴത്തേക്ക് നമ്മൾ പ്രതീക്ഷിക്കാത്ത ശബ്ദങ്ങളൊക്കെ കേൾക്കും. അല്ലെങ്കിൽ നമ്മൾ വണ്ടിയിൽ പോകുമ്പോൾ അത് ഒന്നുകൂടെ ഒന്ന് ഉറപ്പിക്കും, എന്താണ് ഒന്നുകൂടെ ഒന്ന് ഉറപ്പിക്കും. അപ്പൊ അതിനോട് അനുബന്ധിച്ച് ചോദിക്കാണ്, ദൈവത്തിന് വിശ്വാസമുണ്ടോ? ഉണ്ടെന്ന് പറയില്ല, നോ കമന്റ്സ് ആണോ? ഓക്കെ. അപ്പൊ ഈ സിനിമ ഞാൻ സയൻസിൽ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്ന അല്ല, അത് എല്ലാവരുടെയും ഒരു ഇതാണല്ലോ. നമ്മൾ സയൻസിനാണല്ലോ ശരിക്കും പറഞ്ഞാൽ വിശ്വസിക്കേണ്ടത്. ഞാൻ അതുപോലെയാണ് അതുകൊണ്ട് ചോദിച്ചത്.